ഹലോ, ദാ അമ്മയുടെ വരുന്ന. ആ എടുത്തി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ജഗദീഷ്? കുറവുണ്ട് എടുത്തി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പൊ വീട്ടില. കൃത്യമായി മരുന്ന് കഴിക്കാത്തതിന്റെ പ്രശ്നം അമ്മയ്ക്കുണ്ടായത്. മരുന്ന് കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ശ്വാസമുട്ടലുണ്ടാവും. ആരും എടുത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അമ്മയ്ക്ക് കൊടുക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ഏട്ടത്തിക്കല്ലേ അറിയൂ. അതെ, അതാ ഞാനും പറയാൻ വന്നത്. മരുന്നുകൾ ഏതാണെന്നും അതൊക്കെ എപ്പോഴാ കൊടുക്കേണ്ടെന്നും ഞാൻ ഇന്ന് തന്നെ മെസ്സേജ് ചെയ്യാം. ആ, അമ്മയ്ക്ക് നേരത്തെ നെഞ്ചുവേദന വന്നപ്പോ ഡോക്ടർ കൊടുത്തൊരു മരുന്നുണ്ട്, അത് മുടക്കാൻ പാടില്ല. എല്ലാം എഴുതി മറക്കാതെ അയക്കാം. ഓ ശരി എടുത്തേ. ആരായിരുന്നു ഫോണില്? ഫോണില് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. ഫോണിൽ അവളല്ലായിരുന്നോ? അയ്യേ, ഏതവള്? നന്ദിനി. അതെ, ഏടത്തി തന്നെയായിരുന്നു. ചേച്ചി വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അവരൊരു നല്ല കാര്യം പറയാനാ വിളിച്ചേ. എന്തോന്ന് നല്ല കാര്യം? എന്റെ ചേച്ചി അമ്മയ്ക്ക് ഏതൊക്കെ മരുന്ന് കൊടുക്കണം, അത് എപ്പോ കൊടുക്കണം എന്നൊക്കെ പറയായിരുന്നു. ആ ദേ ഏടത്തിയ. അവര് അത് ഓരോന്നോരോന്നായിട്ട് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നതിന് കണ്ട അവളുമാരുടെ സഹായം വേണോടാ. ഇന്നലെ വരെ കൊടുത്ത അവരായിരുന്നല്ലോ. അപ്പൊ ഈ സാവിത്രി ചേച്ചിക്ക് അവിടെ പോയിരുന്നു. ചേച്ചി അവരെ എതിർത്തോ, അതും ന്യായമായ കാര്യത്തിന്. അല്ലാതെ അനാവശ്യോടെ എതിർക്കരുത്. ഇന്നലകളെ മറക്കുന്നത് നല്ല മനുഷ്യരുടെ ശൈലിയല്ല. ജഗദീഷ്, മലു, അമ്മയ്ക്കുള്ള ഗുളിക ഞാൻ കൊടുത്തോളാം. നീ ആ വെള്ളം എടുക്കും. കഴിക്കുമേ. സാവിത്രിക്കും മാലതിക്കും അറിയില്ല രാജലക്ഷ്മി കഴിക്കുന്ന ഗുളികകൾ ഏതാണെന്ന്. നിനക്കെങ്ങനെ മനസ്സിലായി? അതെ, എന്റെ ഗുളികൾ ഏതൊക്കെയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നന്ദിനി നടത്തി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഏട്ടത്തിയാ ഗുളികകൾ ഏതാന്ന് എനിക്ക് പറഞ്ഞു തന്നത്. ഓഹോ, അവള് പറഞ്ഞിട്ടാണല്ലേ? എങ്കിലേ ഈ ഗുളികൾ എനിക്ക് വേണ്ട. ഞാനിത് കഴിക്കില്ല. എന്തോ അമ്മ ഇത്? കഴിക്കമ്മേ. മരുന്നിനോട് വാശി കാണിക്കല്ലേ. എനിക്ക് വേണ്ട. ഞാൻ ചത്തുപോകുന്നെങ്കിലേ അതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. ഞാനിത് കഴിക്കില്ല. രാജലക്ഷ്മി, നീ വാശി പിടിച്ച് വെള്ളത്തിലൊന്നും കാണിക്കരുത്. മര്യാദയ്ക്ക് ആ ഗുളികകൾ വാങ്ങിച്ച് കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നീ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തോ അമ്മ ഇത്? അമ്മേ, അച്ഛനും ഞാനും കൂടെ പറയുന്നേ. അമ്മ മരുന്ന് കഴിക്കേ. മരുന്ന് വാങ്ങി കഴിക്കുക രാജലക്ഷ്മി. വേണ്ട. ആ വെള്ളം ഞാൻ നീ ദാ കുടിക്കേ. കുടിക്കമ്മേ. കഴിക്കേ. നാളെ മുതൽ അമ്മയ്ക്ക് മരുന്ന് തരുന്നത് ഞാനാ, കേട്ടോ? നീ നന്ദിനിയെ വെറുത്തോളൂ, മറന്നോളൂ. പക്ഷേ അവൾ മരണം വരെ നിന്നെ മറക്കില്ല.
നീ ആശുപത്രിയിലാണെന്നറിഞ്ഞ് അവൾ ഓടി വന്നിരുന്നു നിന്നെ കാണാൻ. പക്ഷേ സാവിത്രി അവളെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു, അപമാനിച്ചു. നിന്നെ കാണാൻ അവൾ അനുവദിച്ചില്ല. കരഞ്ഞുകൊണ്ട് അവൾ തിരികെ പോയത്. നീ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടും നിന്റെ കാര്യത്തിലുള്ള അവളുടെ ശ്രദ്ധ കണ്ടോ? ഇനിയെങ്കിലും അവളെ പുറത്താക്കിയതിൽ നിനക്ക് മനസ്താപം തോന്നുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിന് സാരമായ എന്തോ കുഴപ്പമുണ്ട്. യാതൊരു ദയാദാക്ഷിണ്യമില്ലാത്ത തീരുമാനം എന്നെ കൊണ്ടെടുപ്പിച്ചത് നീയാ. നിന്നെ ഇനി ചെമ്പകമംഗലത്തിന് വേണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി. കാത്തിരുന്നു ഞാൻ കാത്തിരുന്നു, കണി കണ്ട നാൾ മുതൽ കൺമണിയേ, നിന്നോട് മിണ്ടാൻ വാക്കില്ലയോ, തനിയേയിരുന്നു ഞാൻ ഓർത്തുപോയി, പഴയ പാട്ടിൻ പവിഴമല്ലിയിൽ വിരിഞ്ഞു മകളെ നീ മറന്നുപോയ ശിശിരം. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ. എന്താ ഇത്? അച്ഛനെ ആരോ തല്ലിയത്? പോലീസുകാരാണോ? അച്ഛന്റെ മുഖത്തൊക്കെ അടിയേറ്റ് തീർത്ത പാടുകളുണ്ട്. നിങ്ങളൊക്കെ ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരാണോ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്തിനാ? കൊച്ചെ, മര്യാദയ്ക്ക് നിന്റെ അച്ഛനെ കണ്ടേച്ച് പൊയ്ക്കോണം. ജയിലിൽ കയറി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിന്നാലേ കളി മാറും കേട്ടോ.
ഇപ്പൊ എവിടെയാ? മാധുരിയുടെ വീട്ടിൽ, എന്റെ മുത്തശ്ശന്റെ വീട്ടിൽ. എനിക്ക് ഇങ്ങനൊരു മുത്തശ്ശനും ഇന്ദ്രജയെ പോലെ നല്ലൊരു വെല്ലുമ്മയുള്ള കാര്യം എന്തുകൊണ്ട് അച്ഛനും മാധുരി എന്നോട് പറഞ്ഞില്ല? മുത്തശ്ശൻ വലിയ ഗൗരവക്കാരനാ. ആ നന്ദിനി എന്ന സ്ത്രീയോട് സ്നേഹത്തോട് പെരുമാറുന്നുണ്ട്. പക്ഷെ എന്നോട് വളരെ സീരിയസാ. എന്റെ അമ്മ ആ മനുഷ്യനെ ഏൽപ്പിച്ച മുറിവ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അദ്ദേഹം എങ്ങനെ സീരിയസ് ആവാതിരിക്കും? എത്ര നല്ല വല്യമ്മയല്ലേ? ആ, അച്ഛനെ കാണാൻ വല്യമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ? നിന്റെ ദുരന്തകാലം ഇന്ന് ഇവിടെ തുടങ്ങുന്നു. അനുഭവിക്കാൻ നീ തയ്യാറായിട്ടിരുന്നു. അച്ഛനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇന്ദ്രജ ഇവിടെ വന്നിരുന്നുവെന്ന് എന്റെ കുഞ്ഞിനറിയാം. അവളുടെ സ്വാധീനം ഉപയോഗിച്ചാണ് അവൾ പോലീസുകാരെ കൊണ്ട് എന്നെ തല്ലിച്ചതച്ചതെന്ന് എന്റെ മോളോട് പറയാനൊക്കോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മോളെ, ചിലതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അച്ഛന് പറ്റുന്നില്ല. സമയം കഴിഞ്ഞു. വാ പോവാം. പിച്ച വെച്ചും മെല്ലെ ഒച്ച വെച്ചും അറിയാതെ എന്തിനോ നീ വളർന്നു. എന്നോട് കൊഞ്ചാൻ കൂട്ടില്ലയോ? കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ വെറുതെ നീ വെൺചിറകിലേറിയെന്നു പറന്നു. മകളെ, ഞാൻ മനസ്സു വാടിത്തളർന്നു. വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വെച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. ഓട്ടോ ഓട്ടോ, കാലി വണ്ടിയായിരുന്നല്ലോ, എന്നിട്ട് നിർത്താതെ പോകുന്നത് ഇവന്റെ അഹങ്കാരം. ACP ആണല്ലോ. നീ എന്താ ഇവിടെ നിൽക്കുന്നു? ഞാൻ ഓട്ടോ കാത്ത് നിൽക്കുക. കേറ്, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചു പൊക്കോളാം. എന്നാ ശരി. ACP ഒന്ന് നിന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറഞ്ഞു. അച്ഛനെ കാണാൻ ജയിലിൽ പോയിട്ട് വരാ ഞാൻ. നിനക്ക് എന്നെ വിവരം അറിയിച്ചിട്ട് പോയിക്കൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ അങ്കിളിനെ പെട്ടെന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരുമായിരുന്നല്ലോ. ജയിലിലും കുറ്റവാളികൾ ഇങ്ങനെ തല്ലുവോ? ജയിൽ നിയമങ്ങളൊക്കെ ലംഘിച്ചാൽ അവർ തല്ലും. എന്റെ അച്ഛൻ അങ്ങനെ നിയമം തെറ്റിക്കുന്ന ആളൊന്നും അല്ല. അച്ഛനെ അവർ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനെ അവർ തല്ലിയെന്നോ? സത്യം ACP ഞാൻ പറയുന്നേ. അച്ഛനെ അവരൊരുപാട് തല്ലിയിട്ടുണ്ട്. അടികൊണ്ട് പാടുകളാ അച്ഛന്റെ മുഖത്തൊക്കെ.
നീ വിഷമിക്കാതിരിക്കുക, ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. എന്നാലും ഇതെവിടെ പോയി? മീനാക്ഷി എവിടെ പോയി മോളെ? ഇവിടെ കാണുന്നില്ലല്ലോ. അവള് പുറത്തേക്ക് പോയതാ അച്ഛാ. മോളോട് പറഞ്ഞിട്ടാണോ പോയത്? എന്നോട് പറഞ്ഞില്ല. ഇങ്ങനെയാണോ അവളുടെ സ്വഭാവം? ചോദിക്കാതെയും പറയാതെ ഇങ്ങനെ ഇറങ്ങി പോവോ? അവളുടെ മുത്തച്ഛനായ എന്നോട് പോലും ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. എന്റെ 3 മക്കളിൽ രാമഭദ്രനൊഴികെ മറ്റു 2 പേരും ഇങ്ങനെയാ. ഇന്ദ്രജയും മാധുരിയും തന്റേടികളാ. മാധുരി കാണിച്ച തന്റേടവും അഹങ്കാരവുമാ ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. പക്ഷെ എന്റെ കാർത്തി, അവനെ നോക്ക്, എത്ര സൽസ്വഭാവിയാ. അല്ല, അവനെ വളർത്തിയത് നീയാണല്ലോ, എങ്ങനെ നന്നാവാതിരിക്കും? അച്ഛാ, അച്ഛന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് പറയേണ്ടി വരുന്നു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു വിമൻസ് ഹോസ്റ്റലിലേക്ക് മാറുക. എന്തിന്? ഇന്ദ്രജിക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നിരിക്കും. അതൊന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നീ എങ്ങോട്ടും പോകുന്നില്ല. വിമൻസ് ഹോസ്റ്റലിലേക്കൊന്നും ഞാൻ നിന്നെ വിടുകയുമില്ല. മാത്രമല്ല, കാർത്തിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഈ വീട്ടിൽ അവനും ഇന്ദ്രജയെ പോലെ തന്നെ അവകാശമുണ്ട്. മുത്തശ്ശൻ എന്തിനാ വെറുതെ ഇവരെ തടയുന്നത്? ഇവരിവരുടെ വഴിക്ക് പൊക്കോട്ടെ. ഓഹോ, മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ പോയതായിരുന്നു? അല്ല, അത് മുത്തശ്ശ, ഞാനൊന്ന്... എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. നന്ദിനി, ഞാൻ പറയുന്നത് നീ കേക്ക്. നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ അകത്തേക്ക് പോ. ഇല്ല അച്ഛാ, ഞാൻ കാരണം അച്ഛന്റെ മനസ്സമാധാനം കൂടി പോവും. ഞാൻ പൊയ്ക്കോളാം. ചെമ്പകമംഗലത്തേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും നിന്നെ ഞാൻ വിടില്ല. ഇവരെന്റെ അമ്മയെ, അതായത് മുത്തശ്ശന്റെ മകളെ കൊന്ന സ്ത്രീയാണ്. ഇവരിവിടെ നിൽക്കുന്നതിൽ വല്യമ്മയെ പോലെ തന്നെ എനിക്കും താല്പര്യമില്ല. അമ്മ മരിച്ച് അച്ഛൻ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോ ആരുമില്ലാതെ പകച്ചു നിന്ന് നിന്നെ ഏറ്റെടുത്ത് മകളെപ്പോലെ നോക്കിയതാണോ ഇവൾ ചെയ്ത തെറ്റ്? കുട്ടിക്ക് നന്ദിനി ആരാണെന്നും ഇവൾ എന്ത് ത്യാഗം സഹിച്ച് ജീവിക്കുന്നവളാണെന്നും നിനക്കറിയില്ല. നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കുന്നത് ഇവളാണ്. ഇവളെ അറിയാവുന്നവർക്കെല്ലാം ആ സത്യവും അറിയാം. സ്വന്തം മകള് മരിച്ചത് ഈ സ്ത്രീ കാരണോ? എന്നിട്ടും മുത്തശ്ശൻ ഇവരെ ന്യായീകരിക്കുന്നു. എന്തിനാ അത്? നന്ദിനി, നിന്റെ മനസ്സറിയാതെ സംസാരിക്കുന്ന പലരുമുണ്ട്. അവരെ നീ വിട്ടുകള. ഇപ്പോ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ അകത്തേക്ക് പോ.